ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ടീൻസ് കിച്ചൺ സീക്രട്സ്. നമ്മൾ ഇന്ന് നല്ലൊരു മോരുകാച്ചിയത് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ കഴിയുന്നതും കൂടുതലും ഈസി ആയിട്ട് ചെയ്യാവുന്നത് എളുപ്പ വഴികളൊക്കെ ആയിട്ടുള്ള ചില കറികൾ കാണിച്ചു തരുന്നത്. ചിലത് നമുക്ക് കുറച്ച് സമയം എടുത്തേ കുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന അടിപൊളി ടേസ്റ്റിലുള്ള നല്ലൊരു മോരുകറിയാണ്. നമ്മൾ കഴിയുന്നതും നമ്മുടെ വീട്ടിൽ തന്നെ തൈര് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം കേട്ടോ. പറ്റാവുന്നവരല്ല, അത് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു മോര് കാച്ചിയത്. ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു ചട്ടി വെക്കുക, എണ്ണ ഒരു ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക, ഒരു 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി. നമുക്ക് അവസാനം ഒരു സ്വല്പ പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി. കടുക് ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടെ ഇടുക. ഏതാണ്ടൊക്കെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിതിനകത്ത് 2-3 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെച്ചേക്കുന്നതാണേ. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന മോര് കറിയാണ്. നമ്മൾ തേങ്ങയൊന്നും അരയ്ക്കുന്നില്ല. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് ചുവന്നുള്ളി അരിഞ്ഞത് അങ്ങോട്ടിട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മൂക്കുന്ന താമസമേ ഉള്ളൂ, അല്ലാതെ നമുക്കിതിനകത്ത് വേറെ വലിയ ജോലികളൊന്നും ഇല്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചോറിനൊക്കെ കഴിക്കാവുന്ന, പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന മോര് കാച്ചിയതാണ്. ഇത് പുളിശ്ശേരി ഒന്നും അല്ല കേട്ടോ, ഇത് മോര് കാച്ചിയെന്നാണ് നമ്മൾ പറയുന്നത്. ഇതിനകത്തായിട്ട് ഈ വറ്റൽമുളക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ. വറ്റൽമുളക് ഒന്ന് ചൂടായി വരണേ. ഈ സ്പൂണിൻ്റെ ഒച്ച കേൾക്കായിരിക്കും അല്ലേ വല്ലാതെ. ഇതൊന്ന് മൂത്ത് വരേണ്ട താമസമേ ഉള്ളൂ. നമ്മളിവിടെ ഒരു 1/2 ലിറ്റർ തൈര് മിക്സിയുടെ വലിയ ജാറിലിട്ട് ഇതുപോലെ അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ കട്ടയെല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഉള്ളി ഒന്ന് മൂത്ത് വരണം. ഈ ഉള്ളി മൂക്കുന്ന സമയം നമുക്ക് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മതി കേട്ടോ, ഒരുപാട് കളർ വേണ്ട. സ്വല്പം കൂടി ചേർക്കാം. ഞാൻ എപ്പോഴും ഈ മഞ്ഞൾപ്പൊടി വളരെ കെയർഫുള്ളായിട്ട് എടുക്കത്തുള്ളൂ, കാരണം എനിക്ക് ഈ ഒത്തിരി മഞ്ഞ കളർ എനിക്ക് ഇഷ്ടമില്ല. അത് കാരണം വളരെ ശ്രദ്ധിച്ചേ ഞാനത് ഇടത്തുള്ളേ. നമ്മളിപ്പോൾ സിമ്മിലാണ് വെച്ചേക്കുന്നത് കേട്ടോ, കൂട്ടി വെക്കരുത്. ഇതൊക്കെ ഒന്ന് വഴന്നു വരുമ്പോഴത്തേന് പിന്നെ ഞാൻ ചെയ്യുന്നത് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കും. ഇതിനധികം എരിവൊന്നും വേണ്ട. ഈ മോര് കാച്ചിയിൽ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ചൂടായ ഒരു മണം വരും. ആ മണം വരുമ്പോൾ നമ്മൾ ഈ അടിച്ചു വെച്ചേക്കുന്ന ഈ മോരില്ലേ, ഇത് പതുക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്ത. ഇനി ഒരു സ്വല്പം ജാറിലോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് അതിനകത്തുള്ള ബാക്കിയുള്ളതുണ്ടല്ലോ അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണേ. പിന്നെ അധികം കുറുകലൊന്നും വേണ്ട, ഒരു ഇച്ചിരി ഒന്ന് നീണ്ടിരിക്കുന്ന ടൈപ്പ് കറിയാണേ. പിന്നെ നിങ്ങൾക്ക് അത്രയും ലൂസായിട്ട് ഇരിക്കണ്ടെങ്കിൽ നിങ്ങൾ ആ തൈര് മാത്രം അടിച്ചത് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഒരു കുറച്ചൊന്ന് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും. എനിക്ക് ഇച്ചിരി നീണ്ട്, ഈ മോര് കാച്ചിയത് ഒരു സ്വല്പം നീണ്ടിരിക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ. കണ്ടോ എന്ത് പെട്ടെന്നാന്ന് നോക്ക്, മോര് കാച്ചിയത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് ചൂടായാൽ മാത്രം മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ധൃതി വെച്ച് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഒന്ന് പോകേണ്ടിയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മോര് കാച്ചിയത് ഇത്. ഇതൊന്ന് ചൂടായാൽ മാത്രം മതി, വേറെ
യാതൊന്നും ഇനി ഇതിനകത്തില്ല. ഇനി ഏറ്റവും അവസാനം നമ്മൾ ആ ഒരു നന്നായിട്ട് ഈ ആവി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം റെഡി ആവത്തില്ല. എന്നിടത്തേ ഉപ്പൊന്ന് നോക്കിക്കോണേ. ഇതും തിളയ്ക്കാൻ പാടില്ലേ. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്, ആവശ്യത്തിന് പുളിയുണ്ട്, ആവശ്യത്തിന് ഉപ്പുണ്ട്, എല്ലാം റെഡിയാണ്. നല്ല ചോറിൻ്റെ കൂടെ, ചൂട് ചോറിൻ്റെ കൂടെ ഈ മോര് കാച്ചിയതും ഈ ഫിഷ് ഫ്രൈയോ അല്ലെങ്കിൽ മീൻ മുളകിട്ട കറിയോ അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈ, ഡക്ക് റോസ്റ്റ്, മുട്ട റോസ്റ്റ് എല്ലാത്തിനും കൂടി ഇത് പോരും കേട്ടോ. ഒരു തോരനും കൂടെ ഉണ്ട്. എന്ത് എളുപ്പമാണെന്നറിയോ ഇത് ചെയ്യാൻ. എല്ലാവരും ട്രൈ ചെയ്യണേ. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇതേ, അല്ലാന്നുണ്ടെങ്കിൽ അത് തിളച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു വരും. അതുകൊണ്ടാണ് അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു മിനിറ്റും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ആവി വരണം. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. എൻ്റെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം. മോരൊഴിച്ച് കഴിഞ്ഞൊരു 2 മിനിറ്റ് വെച്ചാൽ മതി. അതിന് റെഡി ആയിക്കോളൂ. ഇതാ നന്നായിട്ട് ആവി വന്നു. നമ്മുടെ മോര് കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണേ. ഏറ്റവും അവസാനം നല്ലൊരു ഫ്ലേവർ വരും ഈ ഉലുവാപ്പൊടി ഇങ്ങോട്ട് മോര് കാച്ചിയതിനകത്തൊക്കെ ചേർക്കുമ്പോൾ. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുക. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയാൽ മതിയേ. നമ്മുടെ സിമ്പിളായിട്ടുള്ള മോര് കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഒരു 5 മിനിറ്റിനകത്ത്, 5 മിനിറ്റ് പോലും വേണ്ട കേട്ടോ, ഒരു 2-3 മിനിറ്റ് ആ ഒരു കടുക് വറുത്ത് ആ താളിക്കിനെ ആ ഒരു ഒറ്റ താമസമേ ഉള്ളൂ. പെട്ടെന്ന് തയ്യാറാക്കാം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.